ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. കിഷോർ തിരുമല സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലായ രവി തേജ, ആഷിക രംഗനാഥ്, ഡിംപിൾ ഹയാത്തി എത്തുന്ന ഒരു പുതിയ തെലുങ്ക് ചിത്രമാണ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അതൊരു വലിയ പേരാണ്. ബാത്ത മഹാസയലുക്കു വിജ്ഞാപതി. എന്ത് പേരത്? അതിൻ്റെ ടീച്ചറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ രവി തേജയുടെ പഴയതുപോലത്തെ ആ സെയിം ഗുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഇനിയും വെറൈറ്റി ആയിരിക്കുമോ എന്നൊക്കെ കണ്ടറിയാം. പക്ഷെ എന്നാലും പുള്ളിയുടെ ആ ഒരു പഴയ ഒരു സിനിമ ഉണ്ട്, നമ്മൾ കാർത്തി സിരിത്തെ റീമേക്ക് ചെയ്തില്ലേ, ആ പടം. അത് കാർത്തിയാണ് റീമേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു പടം, അതിൽ പുള്ളിയുടെ ആ ഓറയും മാസൊക്കെ വേറെ ലെവലായിരുന്നു, ആ പോലീസ് കഥാപാത്രം. അപ്പോൾ നമുക്ക് ആ ടീച്ചർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. సైకాలజిస్ట్ దగ్గరికి ఎందుకు సార్? 2 సార్లు చెప్పలేను, వాడికి చెప్పేటప్పుడు విను. ఇంతకీ మీ సమస్య ఏంటో చెప్పండి. പഴയ പടം തന്നെ കേട്ടോ. ഇതാണ് ആഷിക രംഗനാഥ്, దేర్ ఇస్ నో ప్రాబ్లం. భీమ్ శశిరలో మ్యూజిక్ డైరెక్టర్. రావట్లేదు సార్, నా భార్యకి నేనంటే ప్రాణం. మరి ఇదంతా అక్కడ మీకెందుకు గుర్తుకు రాలేదు? ഇത് കണ്ടിട്ട് വന്ന ആ മാസം പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫുൾ കോമഡി ഒരു പടമാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു തുടക്കം തൊട്ട് ഇതുവരെ അങ്ങനെ തന്നെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സാധാരണ നമുക്ക് കൊണ്ടുപോകാൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറും. ഇത് തുടക്കം തൊട്ടേ ആ ഒരു കോമഡി മ്യൂസിക്കും ആ സംസാരങ്ങളും കോമഡി, ആ സീൻസുകളും കോമഡി ആയിട്ടൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഇനിയുടെ കോമഡി പടമായിരിക്കും എന്നാണ് തോന്നുന്നത്, ഒരു ഫൺ എന്റർടൈനർ പോലെ. మా సార్ చేసి గురుకు నిజం చెప్పు, నీకు ఆడు గుర్తుందా? ఎక్కువ శాతం మొగుళ్ళకి ఆ టైంలో ఆళ్ళ పిల్లలు గుర్తుకురారు. ഡിംപിൾ ഹയാത്തി. రామ్ని అనుమానించడమా? మగాళ్ళు ఎలా ఉండాలి అనడానికి రోల్ మోడల్. രണ്ട് നടിമാരുണ്ട്, സുധാകർ മറ്റേ ജയിലറിലുള്ള కమలాసన్ గారు, ఓ భర్తగానే తప్పు చేశాను కదండి. ఎవడైతే తప్పు ഇത് തന്നെ, ഇത് മാസം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പടമാണ്. ഒരു ഫൺ ഫാമിലി ആയിട്ടുള്ള ഒരു കോമഡി, റൊമാൻറ്റിക് കോമഡി ആണെന്ന് തോന്നുന്നത്. രണ്ട് നായികന്മാർ മാറി മാറി പ്രണയിക്കുന്നു, അങ്ങനത്തെ തമാശകളും കാര്യങ്ങളൊക്കെ. സ്ഥലങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. ఎవడైతే తప్పు చేసి ఆ తప్పు తన భార్యకు తెలిస్తే ఎక్కడ బాధపడుతుందోనని భయపడతాడు చూడు, వాడు అసలు సిసలైన నిఖార్సైన భర్త. കിഷോർ തിരുമലയുടെ സംവിധാനമാണ്. ఇంట్లో ఎవరెవరు ఉంటారు? అన్న, వదిన, వాళ్ళ అబ్బాయి, నేను, వదిన వాళ్ళ చెల్లి ఉంటాం. వైఫ్ ఉందని ఎందుకు చెప్పలేదు? వదిన వాళ్ళ చెల్లి అంటే నా వైఫేగా కాదా? വേൾഡ് വൈഡ് ജനുവരി 13 റിലീസ്. ഇപ്പോൾ 2026 ജനുവരി 13 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ രവി തേജയുടെ ആ ഒരു ആക്ടിങ്ങും കോമഡിയൊക്കെയാണ് ഈ സിനിമ. ടീച്ചർ കോമഡി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും പടം. എന്നാൽ ആ മാസ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ, അത് എൻ്റെ ഭാഗ്യം. കാരണം അത് ടീച്ചറിന്റെ തുടക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മാസും കാര്യങ്ങളൊന്നും കാണില്ല. കാരണം ആ മ്യൂസിക്കൊക്കെ കുറച്ച് കോമഡി ആയിട്ടാണ് വന്ന ആ സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. കിഷോർ തിരുമലാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അറിയാവുന്ന 2-3 മുഖങ്ങളുണ്ട്. പിന്നെ 2 നായികമാരുണ്ട്. 2 നായികമാരോടൊപ്പം കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ ആരോടായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ സിനിമ കണ്ടാലേ മനസ്സിലാവും. ഇനി ആഷിക രംഗനാഥിൻ്റെ കൂടെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു സിനിമയിൽ. ടീച്ചറിൽ അങ്ങനെയാണ് പറയുന്നത്. തമാശകളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും. പിന്നെ രവി തേജ എന്താ പറയാ, ഇപ്പോഴും പഴയ പടങ്ങളൊക്കെ നിങ്ങളിപ്പോൾ റീസെന്റ് ഒരു പടം കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് മാസ് ജതറ എന്നൊരു സിനിമ, അതൊരു അസൽ ഗുണ്ട് ബോംബ് പടമായിരുന്നു. അത് തുടക്കം തൊട്ടേ അത് നമ്മൾ കണ്ട് മടുത്ത ക്ലീശയുള്ള സ്റ്റോറി തന്നെയാണ്. ക്ലീഷ്യസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കാണുമ്പോഴേ മനസ്സിലാവും നമുക്ക് നാട്ടിൻ പുറത്തുനിന്ന് വേറെ സ്ഥലത്തിലേക്ക് പോകുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം ഞാൻ അതിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. പുള്ളിയുടെ ആ സെയിം കംഫർട്ട് സോണിലുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷെ രവി തേജയ്ക്ക് അവിടെ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് രവി തേജയുടെ സിനിമയിൽ അഭിനയിച്ച് അടുത്ത സിനിമയിലേക്ക് ഒരുപാട് പേർക്ക്, നായികമാർക്ക് ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുതിയ നായികമാരൊക്കെ രവി തേജയുടെ സിനിമയിലേക്ക്, ആദ്യം തന്നെ രവി തേജയുടെ സിനിമയിലേക്ക് വരുന്നത്. കാരണം രവി തേജയുടെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ആ നായികമാർക്ക് വീണ്ടും ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ ഇനിയും നല്ല പടങ്ങൾ വരുന്നു എന്നുള്ളൊരു ടോക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പരമാവധി പുതിയ ആക്ടേഴ്സും ഇപ്പം, അതായത് അവിടുത്തെ ആക്ട്രസസും
ഇപ്പോൾ രവി തേജയുടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഒരൊറ്റ പടത്തിൽ ചിലപ്പോൾ ആ റോൾ ഒരു ഗ്ലാമർ റോളായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഐറ്റം ഡാൻസ് പോലത്തെ റോളുകൾ എല്ലായിരിക്കും. പക്ഷെ ആ റോൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വിസിബിലിറ്റി കിട്ടുന്നു, അതിനുശേഷം വേറെ സിനിമയിലേക്ക് കോൾ ഷീറ്റ് കിട്ടുന്നു, വേറെ നായകന്മാരോട് അഭിനയിക്കാൻ വേണ്ടി കോൾ ഷീറ്റ് കിട്ടുന്നു. അങ്ങനെ ഒരു ടോക്ക് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ രവി തേജയോടെ ചെയ്യുമ്പോൾ ആ ഒരു ടോക്ക് അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പുതിയ വരുന്ന ഡെബ്യൂട്ട് ആക്ട്രസസ് ഒക്കെ രവി തേജേൻ്റെ കൂടെ അത് ഏത് റോളായിരുന്നാലും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ്, കാരണം ആ ഒരു റോള് ചെയ്തതിന് ശേഷം ആ ഒരു വിസിബിലിറ്റി കിട്ടിയാണ്. അപ്പോൾ ഈ ടീസറിൽ ഞാൻ കണ്ടിടത്തോളം ഇതും എനിക്ക് ആശികർ എങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ കണ്ട മുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ചില എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും. ആൻഡ് ഈ സിനിമ ഡിംപിൾ ഹയാത്തിയൊക്കെ തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിട്ട് എനിക്കറിയാം, ഏതൊരു സിനിമയിലൊക്കെ ഉണ്ട്, കണ്ടിട്ടൊക്കെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും, 2 നായികമാരുള്ള, പിന്നെ കുറച്ച് തമാശകളൊക്കെയുള്ള ഒരു കോർപ്പറേറ്റ് അതുപോലെ ഇതുപോലെ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ്. ഇറങ്ങുമ്പോൾ കണ്ടുപോകാം. ചിലപ്പം ആ കോമഡിയൊക്കെ ചിലപ്പോൾ നല്ല സിനിമയായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം എത്ര ചെയ്താലും ഒരു കൺവിൻസ് ആവാത്ത പോലെ, അല്ലെങ്കിൽ കാരണം അവരുടെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്താലും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അതൊന്ന് ഓവർകം ചെയ്തൊന്നും ഗുഡാണെന്ന് പറയാനോ പിടിക്കാനൊന്നും കഴിയുന്നില്ല. കാരണം നമ്മൾ ഒരുപാടൊന്നും അത് അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്യാത്തതുകൊണ്ട് അതറിയില്ല. പക്ഷെ മുതൽ ഈ ട്രെയിലർ പിന്നെയും ഈ ടീസർ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, കുറച്ച് തമാശകളൊക്കെ ഉള്ള ഒരു നോർമൽ ടീസറായിരുന്നു. പിന്നെ ആ പേരിൽ തന്നെ ഒരു കോമഡി എൻ്റർടൈനാണ് അതിലുണ്ട്. പല എങ്ങനെ ഒരു സംസ്കൃതം പോലത്തെ ഒരു പേര് പോലെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പം മൊത്തത്തിൽ ടീസർ കുഴപ്പമില്ല, കൊള്ളാം. പടം വരട്ടെ. ആൻഡ് രവി തേജ എനിക്കൊരു കുറേ മാസ് ഇടി പടങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മാസമൊന്നും ഇല്ലാത്ത ഒരു പടമായിട്ട് ഇതെടുക്കാൻ പോകുമെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ പടത്തിൽ പോകുമ്പോൾ മാസുകൾ വല്ല കാര്യങ്ങൾ കുത്തിക്കയറ്റുമെന്ന് കണ്ടറിയണം. മൊത്തത്തിൽ ടീസർ കുഴപ്പമില്ല ഗൈസ്.